എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് നമ്മൾ 3 കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട 3 സംഭവങ്ങളാണ്. നമ്മൾ ഇംഗ്ലീഷ് എക്സാം എഴുതുമ്പോൾ മസ്റ്റ് സാധനമാണിത്. എന്താണെന്നറിയോ? റെഫ്രൈൻ, അലിട്രേഷൻ, അസണൻസ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എന്തായിരുന്നാലും ഇംഗ്ലീഷ് എക്സാമിന് പോകുമ്പോഴത്തേനും പഠിച്ചുകൊണ്ടേ പോകാമോളൂ, ഇല്ലയെന്നുണ്ടെങ്കിലും പണി പാളും. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഇരുന്ന് കാണാം. ഇത് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്രയൊക്കെ വലുതായെന്ന് വിചാരിച്ചാലും റെഫ്രൈൻ, അലിട്രേഷൻ, അസണൻസ് നമ്മൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പരീക്ഷകളിലും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമാണ്. ഓക്കെ, നമുക്ക് ഒരു കവിത തന്നിട്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിന്ന് റെഫ്രൈൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അലിട്രേഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അസണൻസ് കണ്ടുപിടിക്കാമെന്ന്. ആ സമയത്ത് നമ്മളിത് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും, എന്തായിരുന്നു റെഫറൻസ്, പഠിക്കായിരുന്നു. റെഫറൻസ് അല്ല, സോറി, റെഫ്രൈൻ. എനിക്ക് എപ്പോഴും റെഫറൻസ് എന്നേ വരുള്ളൂ, റെഫ്രൈനാണ്. എന്തായിരുന്നു അസണൻസ്, അലിട്രേഷൻ എന്തായിരുന്നു എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നും. അപ്പം തോന്നും പഠിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നും. അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതെന്തായിരുന്നാലും പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ നമുക്ക് വെൽപ്പിയാണ്ട് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ റെഫ്രൈൻ നോക്കുകയാണെങ്കിൽ റെഫ്രൈൻ ഈസ് എ ലൈൻ ഓഫ് ഫ്രേസ് ദാറ്റ് ഈസ് റിപ്പീറ്റഡ് വിത്തിൻ ദ ലൈൻസ് ഓർ സ്റ്റാൻസസ്. ഏതെങ്കിലും ഒരു ലൈനിലോ സ്റ്റാൻസയിലോ മറ്റൊരു ലൈനോ ഫ്രേസോ റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഒരു റെഫ്രൈൻ എന്ന് പറയുന്നത്. റെഫ്രൈൻ കണ്ടുപിടിക്കാൻ മിക്കവാറും ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ചോദ്യമാണ്. ഇനി അലിട്രേഷൻ, ദ റിപ്പീറ്റേഷൻ ഓഫ് ഇനിഷ്യൽ കൺസണൻറ്റ് സൗണ്ട്സ് ഓഫ് എ വേർഡ് ഇൻ ദ സെയിം ലൈൻ ഓഫ് എ പോം ഈസ് കോൾഡ് അലിട്രേഷൻ. അതായത് ഒരേ തരത്തിലുള്ള ശബ്ദം, ഇപ്പം സ് എന്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് അലിട്രേഷൻ ആണ്. അങ്ങനെയുള്ള അലിട്രേഷൻ ഒരു പോമിൽ ഒരേപോലെയുള്ള ഒരു ലൈനിൽ ഒരേപോലെയുള്ള ശബ്ദങ്ങൾ വരുന്നതിനെയാണ് ഈ അലിട്രേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു പോം തന്നിട്ട് അലിട്രേഷൻ കണ്ടുപിടിക്കാനായിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് നല്ല കൂടുതലാണ് കേട്ടോ. എല്ലാവരും എന്തായിരുന്നാലും ഇതൊന്ന് മസ്റ്റായിട്ട് പഠിച്ച് വെച്ചേരെ. ഇത് ഞാൻ വായിച്ച് നോക്കാം. നല്ല ലെങ്തി ആക്കിയിട്ടാണ് ഞാൻ തരുന്നത്, കാരണം ഇതെനിക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി, അതുകൊണ്ടാണേ. ഓക്കെ, ഞാൻ ഒന്നും കൂടെ പറയാം. ദ റിപ്പീറ്റേഷൻ ഓഫ് ഇനിഷ്യൽ കൺസണൻറ്റ് സൗണ്ട്സ് ഓഫ് എ വേർഡ് ഇൻ ദ സെയിം ലൈൻ ഓഫ് എ പോം ഈസ് കോൾഡ് അലിട്രേഷൻ. ഓക്കെ, ഇതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. ഇനി അസണൻസ്, റെപ്പിറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്സ് ഇൻ എ ലൈൻ ഈസ് കോൾഡ് അലിട്രേഷൻ. അതായത് നമ്മൾ ഒരു ലൈനിൽ വവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് ഈ ഒരു അസണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. അസണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനിൽ വവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുന്നത്, അതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളിതൊന്നും ചത്താലും മറന്നു പോകരുത്. ഏതിരട്ടത്തും എന്ന് ചോദിച്ചാലും ഇതിൻ്റെയൊക്കെ ഉത്തരം പറഞ്ഞിരിക്കണം. അസണൻസ് എന്താണെന്നും അലിട്രേഷൻ എന്താണെന്നും അതുപോലെ റിഫ്രൈൻ എന്താണെന്നും ഏത് ഉറക്കത്തിൽ ആര് വന്ന് ചോദിച്ചാലും പറഞ്ഞേ പറ്റുള്ളൂ. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്, ഈ അസണൻസ്, അലിട്രേഷൻ, അതേപോലെ തന്നെ ഇത് എന്തായിരുന്നു, റെഫ്രൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അലിട്രേഷൻ, അസണൻസ്, അതേപോലെ തന്നെ നമ്മുടെ ഇതും പഠിച്ചു തീർന്നു. റെഫ്രൈനും, അലിട്രേഷൻ, അസണൻസ്, റെഫ്രൈൻ, നമ്മൾ ഈ 3 പഠിച്ചു തീർന്നു. ഇനി ഒരു സംഭവം കൂടെ ഉണ്ട്. ഇതുകൂടെ തീർത്താലേ നമ്മുടെ പൂർണ്ണമായിട്ട് അതൊന്ന് കംപ്ലീറ്റ് ആവുള്ളൂ. എന്താണെന്നറിയാമോ? റൈം സ്കീം എന്ന് പറയുന്നൊരു സംഭവം കൂടെ ഉണ്ട് നമ്മുടെ ഇംഗ്ലീഷിൽ. അപ്പോൾ അതും കൂടെ ഒന്ന് പഠിച്ച് തീർന്നു കഴിഞ്ഞാൽ ഫുള്ള് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും അതുകൂടെ പഠിച്ചിട്ട് ഒന്ന് പോവാം. ജസ്റ്റ് 2 മിനിറ്റ്സിൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ അതിലോട്ട് പോവാം. ഓക്കെ, ഇനി റൈം സ്കീം ഈസ് ദ പാറ്റേൺ ഓഫ് റൈംസ് ഇൻ എ പോയം. ഒരു പോയമിലെ
പാറ്റേൺ ആണ്. റൈമിൻ്റെ ഒരു പാറ്റേണിനെയാണ് ഈ റൈം സ്കീം എന്ന് പറയുന്നത്. ഈ എങ്ങനെ ഇത് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്ക് ക്ലിയറായിട്ട് ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നല്ലോണം ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഈ റൈം സ്കീമൊക്കെ കണ്ടുപിടിക്കാൻ. എന്തായിരുന്നാലും മസ്റ്റായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യങ്ങൾ തന്നെയാണ് ഈ ആലിട്രേഷൻ, അസണൻസ്, റൈം സ്കീം, റെഫ്രൈൻ ഒക്കെ. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു റെഫ്രൈനാണ് ഞാൻ കുറച്ച് ചുരുക്കി ടൈം ഇട്ടിരിക്കുന്നത്. കാരണം റെഫ്രൈൻ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർത്തു, അതുകൊണ്ടാണ്. ബാക്കിയെല്ലാം ഞാൻ അത്യാവശ്യം നല്ലോണം ടൈം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം ടൈം എടുത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിത് ചെയ്യുന്നത്. അപ്പം എന്തായിരുന്നാലും റൈം സ്കീം ഞാൻ ഒന്നും കൂടെ വായിച്ചു തരാം. റൈം സ്കീം ഈസ് എ പാറ്റേൺ ഓഫ് റൈംസ് ഇൻ എ പോയം. ഒരു പോമിലെ റൈംസിൻ്റെ പാറ്റേൺ ആണ് ഈ റൈം സ്കീം എന്ന് പറയുന്നത്. അത് നല്ലോണം പഠിച്ചു വെച്ചേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ എല്ലാം കൂടെ പറഞ്ഞ് തളർന്ന് തൊണ്ടയൊക്കെ പോയിരിക്കുകയാണ്. അപ്പം എന്തായിരുന്നാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം, എൻ്റെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാം ചെയ്യണം. പിന്നെ നമ്മളുടെ ചാനൽ 130 സബ്സ്ക്രൈബേഴ്സ് ആവാനായി. ഇനി ഏകദേശം 6 സബ്സ്ക്രൈബേഴ്സും കൂടെ ആയിക്കഴിഞ്ഞാൽ 130 സബ്സ്ക്രൈബേഴ്സ് ആവും. ഓക്കെ, അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.